വർഷം കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന പാമ്പാടി തിരുമേനിക്ക് സ്വന്തമായി ഒരു വാഹനമില്ലായിരുന്നു. അദ്ദേഹം കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത ആയ സമയത്ത് പാമ്പാടിയിൽ നിന്ന് ആൾക്കാർക്ക് നടന്നു വരാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലാമ്പള്ളി ഭാഗത്തുനിന്ന് ഒരു വഴി വെട്ടുക എന്ന് തിരുമേനി മനസ്സിലുദിച്ചു. അതനുസരിച്ച് ഇവിടെയുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി വഴി വെട്ടാനായിട്ട് ആരംഭിച്ചു. വഴി വെട്ടാനായിട്ട് ഏകദേശം 90 പേര് 100 താഴെ ആൾക്കാർ വന്ന് തിരുമേനി അതിൻ്റെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ദേറായിലേക്ക് വരണമെന്ന്. കാൽഭാഗം വഴി വെട്ടി 1:30 മണിയായപ്പോഴത്തേക്ക് ആൾക്കാർ ഉണ്ണാൻ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ വന്ന് തിരുമേനി പറഞ്ഞു നീ മീനടുത്ത് പോയിട്ട് അരിയും സാധനവും മേടിച്ചുകൊണ്ട് വരാൻ. അന്നത്തെ കാലത്ത് മീനടുത്ത് പോയി അരിയും സാധനവും മേടിച്ചുകൊണ്ട് വരുമ്പം ഏകദേശം 4-4.5 മണിക്കൂറാവും. ആ അവസരത്തിൽ അപ്പച്ചൻ ഇവിടെ ഇങ്ങനെ നിന്നു. പൊട്ടൻ ചേട്ടൻ ചെമ്പിനകത്ത് വെള്ളവും ചൂടാക്കാനായിട്ട് കിട്ടും. ഏകദേശം 1:30 മണിയായപ്പോഴത്തേക്ക് വാഴക്കാലക്കാരെ വാകത്താനത്തു നിന്ന് കാളവണ്ടിയിലെ അരിയും സകല സാധനങ്ങളുമായിട്ട് ഇവിടെ വന്നു. ആ അരി വെച്ച് ഇവർക്ക് ധാരാളമായി കൊടുത്തു. പക്ഷേ അവിടെ ഒരു ചെറിയ വഴക്ക് ഉണ്ടായി. കാരണം പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്ക് കഴിക്കാൻ വേണ്ടി അവരെ സ്വന്തമായിട്ട് കുത്തി ഉണ്ടാക്കിയ ആണ് അത് പണിക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് അവർ വളരെ നീരസപ്പെട്ടു. പക്ഷെ തിരുമേനി പറഞ്ഞു എൻ്റെ വയറ്റിലേക്ക് പോയാലും ഈ സാധുക്കളുടെ വയറ്റിലേക്ക് പോയാലും എല്ലാം ഒരുപോലെയാണ് എന്ന്. അതുകൂടാതെ തന്നെ മടത്തിലാശാനും തിരുമേനിയായിട്ടുള്ള ബന്ധം, തിരുമേനി ഒരിക്കലും മടത്തിലാശാന്റെ മുന്നിൽ ഇരിക്കുകയില്ല. തിരുമേനി ആയതുകൊണ്ട് ആശാൻ തിരുമേനിയുടെ മുമ്പിലും ഇരിക്കുകയില്ലായിരുന്നു. മടത്തിലാശാൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുമേനി അവിടെ തൻ്റെ 3 ശിഷ്യന്മാരുമായിട്ട് പോവുകയും ഓർത്തഡോക്സ് സഭാ അംഗം മരിച്ചാൽ ചെയ്യുന്ന പോലത്തെ 1ാമത്തെ ക്രമം അവിടെ നടത്തുകയും ചെയ്തു. ഇതനുസരിച്ച് അന്നത്തെ ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി പല കംപ്ലൈന്റുകളുടെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് വിളിപ്പിക്കുകയും ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. തിരുമേനി വളരെ സന്തോഷത്തോടെ പറഞ്ഞു നമ്മൾ രണ്ടുപേരെക്കായാലും ഒരു നല്ല ക്രിസ്ത്യാനിയാണ് മരിച്ചത് എന്നെനിക്ക് തോന്നി, ഞാനതങ്ങ് നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ആശ്ലേഷിച്ച് സന്തോഷത്തോടുകൂടി തിരുമേനിയെ സ്വന്തം കാറിൽ പറഞ്ഞയച്ചതാണ് ചരിത്രം. അതിൽ സംബന്ധിച്ച ആ ശുശ്രൂഷയെ സംബന്ധിച്ചവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. കുന്നംകുളത്ത് നിന്ന് ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കൊച്ചി മഹാരാജാവ് വിളിച്ചിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഒരു കിഴിയാണ് കൊടുത്തത്. ഏകദേശം കോട്ടയം ജില്ല തന്നെ മേടിക്കത്തക്കവണ്ണം അന്നത്തെ ഒരു വലിയ തുകയായിരുന്നു. തിരുമേനി പറഞ്ഞു എനിക്കിത് വേണ്ട, അത് ആർക്കെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക. തിരുമേനി ഒരു പൈസ പോലും മേടിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ തിരുമേനി കുർബാന അർപ്പിക്കുന്ന സമയത്ത് എപ്പോഴും കരയുമായിരുന്നു. കരയുകയും വലിയ വായിൽ കരയുകയും ചെയ്യായിരുന്നു. പലപ്പോഴും പല ഭാഗങ്ങളും മറന്നു പോകുമായിരുന്നു. എന്നിരുന്ന തിരുമേനി തിരിച്ചു ചെല്ലുമ്പോഴേ ശുശ്രൂഷക്കാരെ തിരുമേനിയുടെ മുറി വരെ പാട്ടുകൾ പാടി തിരുമേനി എതിരേൽക്കണം. അവിടെ ചെല്ലുമ്പോൾ മീനടം അതായത് ഈ ഭാഗത്തുള്ള മുഴുവൻ വീടുകളിൽ നിന്നും ഏത് നല്ല കറികൾ വീട്ടിൽ വെച്ചോ ആ കറികളെ ചക്ക, മാങ്ങ, ചേന ഇതെല്ലാം ഈ തിണ്ണയിൽ വെക്കും. തിരുമേനി തന്നെ ഒരു തോർത്ത് പോലെയുള്ള ഇത് ടവല് ഉപ്പായത്തിന് മുകളിൽ ചുറ്റിയിട്ട് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്തതിന് ശേഷമേ തിരുമേനി കഴിക്കത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ തിരുമേനിയുടെ ജീവിതത്തിലെ തിരുമേനിയുടെ അവസാന സമയത്ത് പെട്ടി തുറന്നു നോക്കുമ്പോൾ 33 പൈസ മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും തിരുമേനി പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 80 വയസ്സാണ്, അതിൽ കൂടുതലിരുന്ന വലിയ കഷ്ടമാണ്. കൃത്യം 80 വയസ്സ് തികഞ്ഞ അന്ന് അതേ നിമിഷത്തിൽ 2:35 തിരുമേനി കാലം ചെയ്തു. അന്ന് കോട്ടയത്തു നിന്ന് മാത്രമേ മലയാള മനോരമയ്ക്ക് പ്രസ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരിടത്തും പ്രസ്സിൽ 2 മണി 2:30 ആകുമ്പോൾ കണ്ണൂർ, കാസർഗോഡുള്ള പത്രങ്ങൾ അടിച്ച് അത് കയറ്റി അയക്കുമായിരുന്നു. എന്നാലേ അന്ന് KM ചെറിയാൻ പറഞ്ഞു പാമ്പാടി തിരുമേനിയുടെ ഫോട്ടോ സഹിതം ഇട്ടാൽ മതി എന്ന് പ്രസ് നിർത്തിവെച്ചു. അത് പാമ്പാടി തിരുമേനി കാലം ചെയ്തതായിട്ട് പത്രം അടിച്ച് ആ പത്രമാണ് പിറ്റേ ദിവസം ഇറങ്ങിയത് എന്നുള്ളതും സത്യം ആണ്. കുന്നംകുളത്ത് ഈ സമയത്ത് വിൽസൺ എന്ന് പറയുന്ന ആളുടെ, അങ്ങാടിയിൽ താമസിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ തിരുമേനി കാലം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഫോട്ടോ കിടന്ന് ആടി. അവർക്ക് തിരുമേനിക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് വിൽസണും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവും കൂടെ കോട്ടയത്തേക്ക് യാത്ര ചെയ്തു. കോട്ടയത്ത് വന്ന മനോരമയിൽ തിരക്കിയപ്പോൾ
തിരുമേനി രാവിലെ വന്ന് തിരക്കിയപ്പോൾ തിരുമേനി കാലം ചെയ്തതായിട്ട് അറിഞ്ഞു. അവർ രണ്ടുപേരാണ് അന്നത്തെ കാലത്തെ കുന്നംകുളത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഇതിനകത്ത് സംബന്ധിച്ചത്. തിരുമേനി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ദേറായിലെ ഒരു അടിയാനാണ്. തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് എല്ലാം നേടി. അത് എപ്പോഴും ആ കൃതാർത്ഥതയോടുകൂടി ഞാൻ സ്മരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഞാൻ തിരുമേനിയുടെ കബറങ്കൽ നമിക്കുന്നു.